Hi all, welcome to another lecture of Engineering Thermodynamics, and in this video we will be discussing with the university problems which had come on the topic of gas mixtures. So without any delay we will be moving directly on to the questions. Here is our first university problem. Two tanks are connected by a valve. One tank contains 2 kg of carbon dioxide gas at 77 degrees Celsius and 0.2 bar. The other tank holds 8 kg of the same gas at 27 degrees Celsius and 1.2 bar. The valve is opened and the gases are allowed to mix while receiving energy by heat transfer from the surroundings. The final equilibrium temperature is 42 degrees Celsius. Determine the final equilibrium pressure and heat transfer for the process. Hope you have taken down the question. And first നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ തന്ന കാര്യങ്ങളെ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ്. സോ ബിഫോർ ഡൂയിങ് ദിസ് പ്രോബ്ലം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ഒന്നാമത്തെ ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജാനുവരി 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാനിതിൽ എല്ലാം ഓരോന്നിൻ്റെയും വാല്യൂസും കാര്യങ്ങളും പറയില്ല, അതിൻ്റെ ഒരു മെത്തഡോളജി ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് തന്നെ അതെന്ത് ചെയ്യാം, സ്വയം ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് തന്നിട്ടുള്ള എന്താ, രണ്ട് ടാങ്ക്സ് ഒരു വാൽവ് വെച്ച് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ വെച്ചിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ സൈഡിൽ എപ്പോഴും ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നത് നല്ലതാണ്. നമുക്കൊരു ക്ലാരിറ്റിക്കും അതുപോലെ നോക്കുന്ന ഒരാളും അവൻ്റെ ഒരു നമ്മുടെ ഓരോരുത്തരുടെ അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളത് അതിന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇൻവിജിലേറ്ററിന്. സോ അതൊക്കെ നമുക്കൊരു ബോണസ് സൈഡാണ്. അപ്പം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ എളുപ്പമാണ്. ഓക്കെ, സോ രണ്ട് ടാങ്ക് ഉണ്ട്. സേ ദ ടാങ്ക് ഈസ് എ ആൻഡ് ദ ടാങ്ക് ഈസ് ബി. ഓക്കെ, വൺ ടാങ്ക് കണ്ടെയ്ൻസ് 2 kg ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇവിടെ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അതിൻ്റെ മാസ് 2 kg ആണ്. ആൻഡ് അറ്റ് 77 ഡിഗ്രി സെൽഷ്യസ്, 77 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫസ്റ്റ് വൺ. അതെന്ന് പറഞ്ഞാൽ പ്ലസ് 273 ആകുമ്പോൾ 273 plus 77, 7, 8, 9, 10, 14, 15, that is 350. So 350 കെൽവിനിലാണ് ഒരു ടാങ്കിലെ എല്ലാ കമ്പോണൻസ് കോൺസ്റ്റിറ്റ്യൂൻസിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് പ്രഷർ ഈസ് ഓൾസോ ഗിവൺ. പ്രഷർ ഈസ് ഗിവൺ ആസ് 0.2 ബാർ. 0.2 ബാർ എന്നായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. നൗ ദി അതർ ടാങ്ക് ഹോൾഡ്സ് 8 kg ഓഫ് സെയിം ഗ്യാസ്. അപ്പോൾ ഇവിടെ CO2 ആയതുകൊണ്ട് ഇവിടെ എന്താണ്, സെയിം ഗ്യാസ് ആണ്, CO2 ആണ്, 8 kg ആണെന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. 27 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 300 കെൽവിൻ. ആൻഡ് ദ പ്രഷർ ഈസ് 1.2 ബാർ. ഇങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞത് ഈ വാൽവ് അഥവാ ഈ പാർട്ടീഷൻ എന്ത് ചെയ്യുന്നു, അത് ഓപ്പൺ ചെയ്യുന്നു അഥവാ അത് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ട് ഈ ഗ്യാസ് മിക്സ് ആവും. മിക്സ് ആയി കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. മാത്രമല്ല പുറത്ത് ഇൻസുലേറ്റഡ് അല്ല, സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. ഗ്യാസസ് ആർ അലൗഡ് ടു മിക്സ് വൈൽ റിസീവിങ് എനർജി ബൈ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദി സറൗണ്ടിങ്സ്. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് ഇങ്ങനെ മിക്സിങ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് കിട്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 42 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ ആ ഫൈനൽ 42 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കെൽവിനിലേക്ക് മാറ്റണം. സോ ഇറ്റ് ഈസ് 315 കെൽവിൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മിക്സ് ആകുമ്പോൾ നമുക്ക് ഫൈനൽ ടെമ്പറേച്ചർ ഇത് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവരുടെ ചോദ്യം ഇതാണ്, ഫൈനൽ പ്രഷർ എത്രയായിട്ട് മാറും, അല്ലെങ്കിൽ ഫൈനൽ വരിക എന്ന് പറയുമ്പോൾ ഈക്വിലിബ്രിയം പ്രഷർ, അത് തന്നെയാണ് ഈക്വിലിബ്രിയം പ്രഷർ എത്രയാണെന്നും ആൻഡ് വാട്ട് ഈസ് ദി ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ ദിസ് പ്രോസസ്, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ശരിക്കും ഇതൊരു മിക്സിംഗ് പ്രോസസ്സിൻ്റെ ഒരു കാൽക്കുലേഷനാണ്. നമ്മൾ ശരിക്കും ഗ്യാസ് മിക്സ്റ്റേഴ്സ് അല്ല. പൊതുവേ നമുക്ക് ഗ്യാസ് മിക്സ്റ്റേഴ്സ് പ്രോബ്ലം തരുമ്പോൾ ഒരു സൈഡ് ഒരു ടൈപ്പ് ഗ്യാസ് ആണെങ്കിൽ മറ്റൊരിടത്ത് മറ്റൊരു ടൈപ്പ് ഗ്യാസ് ആയിട്ടായിരിക്കും തരിക. പിന്നെ ഇവിടെ നമുക്ക് പണ്ടത്തെ സിലബസ് പ്രകാരം മോഡ്യൂൾസിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മിക്സിങ് ആ സൈഡിൽ വന്നതാണോ എന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് വെരി ഈസി. ഞാനതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈനൽ പ്രഷർ കാണാനാണ്.
അല്ലേ? നമുക്കറിയാം പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ? പി ഈസ് ഈക്വൽ ടു mRT/V. അപ്പോൾ ഇവിടെ ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈനൽ ടെമ്പറേച്ചർ. ആർ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആറ് കാണണം. ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആർ ഈസ് ഈക്വൽ ടു RU ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 44 ഡിവൈഡഡ് ബൈ RU ഈസ് 8.314 ഡിവൈഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ആണ് എന്ത്? 44 വന്നിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്. മാസ് എം എന്താ? മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എ ആൻഡ് മാസ് ഓഫ് ബി, അതായത് 2 കിലോഗ്രാമും 8 കിലോഗ്രാം, സോ മൊത്തം 10 കിലോഗ്രാം ആണ് മാസ്. വോളിയം എന്ന് പറഞ്ഞാലോ? വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എ ആൻഡ് വോളിയം ഓഫ് ബി. പക്ഷെ വോളിയം ഓഫ് എയും വോളിയം ഓഫ് ബിയും എനിക്കറിയോ? ഈ വി എനിക്ക് അറിയില്ല. അപ്പോൾ അതിനെനിക്ക് എങ്ങനെ എഴുതാം? എനിക്ക് പാർഷ്യൽ വോളിയം ഓഫ് എ ആൻഡ് പാർഷ്യൽ വോളിയം ഓഫ് ബി ഞാൻ കാണണം. സോ വോളിയം ഓഫ് എ എന്ന് പറയുന്ന കണ്ടെയ്നറിൻ്റെത് മാത്രം ഞാൻ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ വോളിയം ഞാൻ കണക്കൂട്ടാൻ പോവാണ്. എങ്ങനെ കണക്കൂട്ടുന്നത്? എം ഓഫ് എ ഇൻറ്റു ആർ ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് എ, പ്രഷർ ഓഫ് എ. ചെയ്തൂടെ? ഇങ്ങനെ ചെയ്തൂടെ? എനിക്കിങ്ങനെ ചെയ്യാം. മാസ് എനിക്കറിയാം എത്രയാ? 2 കിലോഗ്രാം ആണ്. ആറിൻ്റെ വാല്യൂ 8.314 ഡിവൈഡഡ് ബൈ 44 ആണ്. ഞാൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ഇക്വേഷനിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുക. ടെമ്പറേച്ചർ അറ്റ് എ ഈസ് 350 കെൽവിൻ ഡിവൈഡഡ് ബൈ പ്രഷർ അറ്റ് എ ഈസ് 0.2 ബാർ. സോ 0.2 ഇൻറ്റു ഇത് കിലോ ടേംസിലായതുകൊണ്ട് ഇവിടെ ഞാൻ 10 to the power 5 10 to the power 2 ഇട്ടു. സോ ദാറ്റ് ഇവിടെ ബാക്കി 10 to the power 3 കിലോ പാസ്കൽ ഉണ്ട്. ഈ കിലോയും ക്യാൻസൽ ആയി കഴിയും. സോ ഐ ഹാവ് ഗോട്ട് വോളിയം ഓഫ് എ. ഇതാണ് വോളിയം ഓഫ് എ. നമ്മൾ കാൽക്കുലേറ്റർ ചെയ്താലേ നമുക്ക് വാല്യൂ കിട്ടും. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഫൈനൽ ആൻസർ ഇവിടെ എഴുതാത്തത്. ഇതുപോലെ എനിക്ക് വോളിയം ബി കണ്ടൂടെ? വോളിയം ബിയും കാണാം. വോളിയം ബി എന്ന് പറഞ്ഞാൽ MB/RTB ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. സോ MB എന്ന് പറഞ്ഞാൽ 8, ആർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം തന്നെ 8.314 ഡിവൈഡ് ബൈ 44 ഇസ് ദി മോളിക്കുലർ വെയിറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 1.2 ഇൻറ്റു 10 to the power 2 ബാറാണ്. സോ അതിനെ പാസ്കലാക്കുമ്പോൾ 10 to the power 5 ആണ്. പക്ഷേ ആ 5-ലെ 10⁻³ നമ്മൾ കിലോ ടേംസ് ആക്കിയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഇവിടുത്തെ കിലോയും ക്യാൻസൽ ആകുന്നു. സോ ദിസ് ഈസ് ദി നെക്സ്റ്റ് വോളിയം. അപ്പോൾ വി എയും കിട്ടി, വി ബിയും കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം കിട്ടിയില്ലേ? പി ഈക്വൽ ടു MA പ്ലസ് MB, അതാണ് ടോട്ടൽ മാസ്, ഇൻറ്റു ആർ എന്താണെന്ന് നമുക്കറിയാം, ഫൈനൽ ടെമ്പറേച്ചർ TF അത് എനിക്കറിയാം, ഡിവൈഡ് ബൈ VA പ്ലസ് VB. ഇത്രയും ചെയ്താൽ എനിക്ക് ഈക്വിലിബ്രിയം പ്രഷർ എനിക്ക് കിട്ടും. VA അറിയാം, VA കിട്ടിയിട്ടുണ്ട്, VB കിട്ടിയിട്ടുണ്ട്. VA ആൻഡ് VB ഈസ് നോൺ. ആർ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ടെമ്പറേച്ചർ ഫൈനൽ വാല്യൂ തന്നിരിക്കുന്നത്. MA വാല്യൂ അറിയാം, MB വാല്യൂ അറിയാം. ഐ വിൽ ഗെറ്റ് ദി ഫൈനൽ പ്രഷർ. ഓക്കെ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക. അത് ബാർസിലാണോ നിങ്ങൾ കൊണ്ടുവരുന്നത്, അതല്ല പാസ്കൽസിലാണോ, അറ്റ്മോസ്ഫിയേഴ്സിലാണോ, അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിൽ അവർ ചോദിച്ചിട്ടുള്ളത് ഹീറ്റ് ട്രാൻസ്ഫർ കാണാനാണ്. ഇപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് അറിയാം ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് Q ഈക്വൽ ടു U പ്ലസ് W അല്ലേ, ΔU+W ആണ്. പക്ഷേ ഇതൊരു ക്ലോസ്ഡ് ചേംബർ ആയതുകൊണ്ട് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഉള്ള വർക്ക് ട്രാൻസ്ഫർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ ഈ വർക്ക് ട്രാൻസ്ഫർ നമുക്ക് 0 ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ Q എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇൻറ്റേർണൽ എനർജി മൈനസ് ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഇൻറ്റേർണൽ എനർജിയുടെ ഈക്വേഷൻ എന്താ? mCV∆T എന്നുള്ള കേസിലാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. അത് ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇനീഷ്യലി എന്തായിരിക്കും? ഓരോന്നിൻ്റെ സെപ്പറേറ്റ് കാണണം. ചേംബർ 1ൻ്റെ mCV∆T, പിന്നെ ചേംബർ ബിയുടെ mC∆T. ഫൈനലിലോ ഈ ഫുള്ള് കമ്പൈൻ ചെയ്തിട്ട് mC∆T എന്നുള്ള അർത്ഥത്തിലായിരിക്കും നമ്മൾ കാണുക. അപ്പോൾ ഇനീഷ്യലി നമ്മൾ നോക്കുമ്പോൾ ΔT ചേംബർ 1ലെ ΔT എന്ന് പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ ഇതാണ്. ചേംബർ ബിയിലെ ΔT എന്ന് പറയുമ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ചേഞ്ച് വരും. സോ ദർ വിൽ ബി സം സോർട്ട് ഓഫ് ചേഞ്ചസ് ആൻഡ് ഫൈനലി UF മൈനസ് UI വിൽ ഗിവ് യു ദി വാല്യൂ ഓഫ് Q. ഓക്കെ. അപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോബ്ലത്തിൽ ഞാൻ കണ്ടൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ഈ പ്രോബ്ലത്തിൽ CV വാല്യൂ ഓഫ് CO2 നമുക്ക് തന്നിട്ടില്ല.
അത് മാത്രമാണ് നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ CV വാല്യൂ ഓഫ് CO2 നമ്മളത് കാണാപ്പാഠം പഠിക്കുന്ന കേസല്ല. സോ അങ്ങനത്തെ കേസിൽ ചിലപ്പോൾ അത് മിസ്സിങ് ഡാറ്റ ആയിട്ടായിരിക്കാം. നിങ്ങൾ റീസണബിൾ ആയിട്ടുള്ളൊരു വാല്യൂ ചിലപ്പോൾ അസ്യൂം ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ നമുക്ക് പല ഇക്വേഷൻസ് ഉണ്ട്. CP/CV ഇസ് ഗാമ. പക്ഷെ ഗാമ വാല്യൂ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയോ? നമുക്ക് കാണാപ്പാടാൻ അറിയില്ല. പിന്നുള്ളൊരു സാധ്യത CP-CV = R എന്നുള്ള ഇക്വേഷനാണ്. അതിൽ ആറിൻ്റെ വാല്യൂ അറിയാം, ബട്ട് സ്റ്റിൽ CP വാല്യൂ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരൊറ്റ പ്രോബ്ലമാണ് അതിൽ മിസ്സിങ് ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ബട്ട് വൺസ് യു നോ CV വാല്യൂ ഇറ്റ്സ് ഈസി. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ പ്രോബ്ലത്തിൽ നമ്മൾ CV വാല്യൂ തന്നിട്ടില്ല എന്നും അതുകൊണ്ട് ആ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുകയാണെന്നും പറഞ്ഞിട്ടൊരു വാല്യൂ, ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു വാല്യൂ അസ്യൂം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം മുന്നോട്ട് പോകാം. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദി ഫസ്റ്റ് പ്രോബ്ലം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സിമിലർ ആയിട്ടുള്ളൊരു പ്രോബ്ലം ഡിസംബർ 2017 ചോദിച്ചിട്ടുണ്ട് ഇൻ പാർട്ട് C. സിമിലർ പ്രോബ്ലം. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡിസംബർ 2017 ക്വസ്റ്റ്യനിൽ കാർബൺ ഡൈ ഓക്സൈഡിന് പകരം ഹൈഡ്രജൻ ആണ് തന്നത്. 2 ടാങ്കിലായിട്ടാണ്, വാൽവ് കണക്റ്റഡ് ആണ്, വാൽവ് പിന്നെ ഓപ്പൺ ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവരെന്ത് ചെയ്തു വെച്ചാൽ ഫൈനൽ പ്രഷർ തന്നെയാണ് കാണാൻ ചോദിച്ചത്. പിന്നെ അവർ ചോദിച്ചിട്ടുള്ളത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. പക്ഷേ ഈ ചോദ്യത്തിൽ എന്തുണ്ട്, ഗാമ വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 1.38 എന്ന് പറഞ്ഞ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് CP വാല്യൂയും CV വാല്യൂ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ അതിലുണ്ട്. മറ്റേതിൽ അങ്ങനത്തെ ഒരു റിലേഷൻ ഒന്നും നമുക്ക് വാല്യൂ ഒന്നും തന്നിട്ടില്ലായിരുന്നു. സോ ഹിയർ ദേ ഹാഡ് ഗിവൺ ഗാമ വാല്യൂ ഓഫ് ഹൈഡ്രജൻ ഈസ് 1.38, എന്നിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ കാണാൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ദ സെയിം പ്രൊസീജിയർ ആസ് ദി ഏർലിയർ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ സ്വയം ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയതിന് ശേഷം യു മേ ട്രൈ ഇറ്റ് ഔട്ട് യുവർ സെൽഫ്. The next problem, the volumetric analysis of mixture of gases is 30% oxygen, 40% carbon dioxide and 30% nitrogen. The mixture is heated from 20 degrees Celsius to 200 degrees Celsius while flowing through a pipe in which the pressure is maintained at 150 kilopascal. Determine the heat transfer to the mixture per unit mass of the mixture. Take CP values of oxygen, carbon dioxide and nitrogen as 0.918, 0.846 and 1.039 kilojoule per kilogram Kelvin. ഈ ക്വസ്റ്റ്യനും ഡിസംബർ 2017 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് ചോദിച്ചിട്ടുള്ളതാണ്. പാർട്ട് ബിയിൽ 6 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചെയ്യാം. അപ്പോൾ മിക്സ്ചറിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടുള്ളത് എത്രയാണ്, 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് ഈസ് 293 കെൽവിൻ. ആൻഡ് മിക്സ്ചറിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ എന്താ പറഞ്ഞത്, 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് ഈസ് 273 + 200 ഈസ് 473 കെൽവിൻ. അപ്പോൾ ഇതെങ്ങനെ ഹീറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഹീറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ റെപ്രസെൻറ്റേഷൻ കാണിക്കാം, നമുക്കൊരു ഐഡിയ കിട്ടുകയും ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ബി ഗുഡ്. നമ്മളൊരു മെക്കാനിക്കൽ സൈഡിലൊക്കെ ചെയ്യുമ്പോൾ, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ ഇങ്ങനെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനൊക്കെ കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് കുറച്ചും കൂടെ മാർക്ക് അറ്റൈൻ ചെയ്യാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ മിക്സ്ചർ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ മിക്സ്ചർ ഇതിലൂടെ ഫ്ലോ ചെയ്യാണ് അല്ലേ. മിക്സ്ചർ ഇതിലൂടെ ഫ്ലോ ചെയ്യുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, ഇനീഷ്യലി 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്ന സ്റ്റേറ്റിൽ നിന്ന് പൈപ്പിൽ നിന്ന് ഹീറ്റപ്പ് ചെയ്തിട്ട് തന്നെ അതെന്താവുന്നു, 200 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറുന്നു. പക്ഷെ പ്രഷർ എന്താണ്, പ്രഷർ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, 150 kPa എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞു വോളിമെട്രിക് അനാലിസിസ് നടത്തി. വോളിമെട്രിക് അനാലിസിസ് നടത്തി. അപ്പോൾ വോളിയത്തിൻ്റെ ബേസിൽ എന്താ അവർ പറഞ്ഞു, ഓക്സിജൻ 30% ആണ്. ദാറ്റ് ഈസ് 30% മീൻസ് 0.3. പിന്നെ തന്നിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് 40% ആണ്. ദാറ്റ് മീൻസ് 0.4. ആൻഡ് ദെൻ ദേ സെഡ് നൈട്രജൻ N2. നൈട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ളത് 30% ദാറ്റ് ഈസ് 0.3. അങ്ങനെയെങ്കിൽ അവർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹീറ്റ് ട്രാൻസ്ഫർ ഓഫ് ദ മിക്സ്ചർ പെർ യൂണിറ്റ് മാസ്.
ഈസ് ടു ബി ഫൗണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് സി പി വാല്യൂസ് തന്നിട്ടുണ്ട്. സി പി വാല്യൂ ഓഫ് ഓക്സിജൻ ഈസ് ഗിവൺ, സി പി വാല്യൂ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗിവൺ, സി പി വാല്യൂ ഓഫ് നൈട്രജൻ ഈസ് ഗിവൺ. അപ്പോൾ വാല്യൂസ് ഒക്കെ തന്നത് നമ്മൾ എഴുതി വെക്കാം. 0.918 ദിസ് മച്ച് കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ, and of carbon dioxide is 0.846 same unit, and then it is 1.039 for nitrogen with same unit. യൂണിറ്റ് നിങ്ങൾ എഴുതുക, ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് കണ്ടുപിടിക്കാനാണ്, അഥവാ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കലാണ് നമ്മുടെ ഉദ്ദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. സോ ഇത് ചെയ്യുന്നതിന് മുന്നേ, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതാണ് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം, അല്ലേ? എനിക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കിട്ടേണ്ടത് ക്യൂ, അല്ലേ? ക്യൂ ഈക്വൽ ടു, കാരണം ക്യൂ പെർ യൂണിറ്റ് മാസാണ്, അതവിടെ നിൽക്കട്ടെ, ക്യൂവിൻ്റെ ഇക്വേഷൻ കാണുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ടിങ് മൊഡ്യൂളിൽ നമ്മൾ പല പ്രോസസ്സിനും പല പല ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ്, റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സ്, പോളിട്രോപ്പിക് പ്രോസസ്സിനൊക്കെ ഇങ്ങനെ ഓരോന്നിനും നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യണം. ഇതെന്ത് ടൈപ്പ് പ്രോസസ്സാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ത് ടൈപ്പ് പ്രോസസ്സാണ് ഇത്? കംപ്ലീറ്റ്ലി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് കോൺസ്റ്റൻറ്റ് വോളിയം എന്നുള്ളത് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഇതിൽ പൈപ്പിൻ്റെ ഡയമീറ്റർ മാറുന്നുണ്ടോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അല്ലേ? പക്ഷെ നമുക്ക് പറയാവുന്നൊരു കാര്യം എന്താ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രഷർ എന്താ 150 കിലോ പാസ്കൽ, അത് കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് 150 കിലോ പാസ്കൽ എന്നാണ്. സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ എന്താ? ഇറ്റ് ഈസ് mCp ഡെൽറ്റ ടി, അഥവാ T2 മൈനസ് T1, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇതാണ് എൻ്റെ ഇക്വേഷൻ. അപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചത് എന്താ? ക്യൂ ബൈ എം കാണാൻ. അപ്പോൾ ഈ ഇക്വേഷന് ക്യൂ ബൈ എം എന്ന് പറഞ്ഞാൽ എന്താ? CP ഇൻറ്റു T2 മൈനസ് T1, അല്ലേ? അപ്പോൾ ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ എനിക്കറിയാം? T2 അറിയാം, ക്വസ്റ്റ്യനിൽ T2 തന്നിട്ടുണ്ട്. T1 അറിയില്ലേ? T1ഉം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, യെസ്. പിന്നെ ആകെ അറിയേണ്ടത് CP വാല്യൂ ആണ്. CP വാല്യൂ ഓഫ് ദിസ് മിക്സ്ചർ. അപ്പോൾ CP വാല്യൂ, മിക്സ്ചറിൻ്റെ CP വാല്യൂ കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്ചേഴ്സിൽ. ദാറ്റ് ഈസ് YICPI എന്നുള്ള രീതിയിൽ, സിഗ്മ I ഈക്വൽ ടു 1 to K എന്നോ എന്തോ ചെയ്തിരുന്നു. അതായത് 2 ഗ്യാസ് ആണെങ്കിൽ Y1 CP1 പ്ലസ് Y2 CP2. പക്ഷെ ഇവിടെ എത്ര ഗ്യാസ് ഉണ്ട്? 3 ഗ്യാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 എണ്ണത്തിൻ്റെ Y3 CP3 ഇടാം. അപ്പോൾ ഇതിൽ CP1 എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഓഫ് ഫസ്റ്റ് ഗ്യാസ്. സേ 1 ഓക്സിജൻ ആണ്, 2 കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, 3 നൈട്രജൻ ആണെങ്കിൽ ഇത് ഓക്സിജൻ്റെ CP വാല്യൂ. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. CP2 കാർബൺ ഡൈ ഓക്സൈഡ് വാല്യൂ തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. CP3 അതും നമുക്ക് തന്നിട്ടുണ്ട്. സോ ദീസ് വാല്യൂസ് ആർ നോൺ. അപ്പോൾ ഇനി എനിക്ക് എന്താ അറിയേണ്ടത്? മാസ് ഫ്രാക്ഷൻസ് ഓഫ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ. മാസ് ഫ്രാക്ഷൻസ് ആണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ മാസ് ഫ്രാക്ഷൻ അറിയാൻ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഇതെന്താ അറിയോ, ഇത് നമ്മൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ബാക്കൊക്കെ നോക്കിയാലേ നമ്മൾ സ്റ്റാർട്ടിങ് ഇത് എവിടുന്ന് തുടങ്ങണം, എന്താ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ കാണേണ്ടത് മാസ് ഫ്രാക്ഷൻസ് ഓഫ് ഈച്ച് കേസ് ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും നോക്കാം. സേ ഓക്സിജൻ, ഫസ്റ്റത്തത് ഓക്സിജൻ, പിന്നെ സേ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ആൻഡ് ദെൻ സേ ഐ ഹാവ് എ നൈട്രജൻ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടേബിൾ പോലെ ആക്കാം കേട്ടോ. ടേബിൾ പോലെ ആക്കുക പറഞ്ഞാൽ ഐ വിൽ ഷോ യു. ഇപ്പോൾ ഞാനിങ്ങനെ വരച്ചിട്ട് ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്വൻ്റ് ആണ്. സോ ദിസ് ഈസ് ദി കോൺസ്റ്റിറ്റ്വൻ്റ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ. ഇനി അടുത്തത് എത്ര നമ്പർ ഓഫ് മോൾസ് ആണ് എൻ്റെ ഓരോ ഗ്യാസ് ഉള്ളത്? 40% അല്ല 40 ആണോ കാർബൺ ഡൈ ഓക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡ് 40%, ഓക്സിജൻ നൈട്രജൻ 30% ബൈ വോളിയമാണ്. സോ ബൈ നമ്പർ ഓഫ് മോൾസ് NI എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് VI ബൈ V ആണ്. അപ്പോൾ ഈ വോളിയം ഫ്രാക്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത് 30, 40 and 30. 30, 40 and 30. സോ ദിസ് വാല്യൂ ഈസ് 0.3, 0.4, 0.3. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? നമ്മൾ അത് ഓൾറെഡി പാർഷ്യൽ വോളിയം, അമഗറ്റ്സ് ലോ ഓഫ് പാർഷ്യൽ വോളിയം എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, NI കിട്ടി. ഇനി എനിക്ക് മാസ് ഫ്രാക്ഷനാണ് കിട്ടുകയാണെങ്കിൽ, അപ്പം മാസ് ഫ്രാക്ഷനും NIയും തമ്മിലുള്ള റിലേഷൻ എന്താ?
NI തമ്മിലുള്ള റിലേഷൻ മാസ് ഫ്രാക്ഷനിലെ മാസ് ഓഫ് ith ഗ്യാസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ith ഗ്യാസ് ഇൻറ്റു മോളിക്കുലാർ മാസ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ NI വാല്യൂ അറിയാം. അപ്പോൾ ഇനി മോളിക്കുലാർ മാസ് കാണണം. മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ ഈസ് 32, മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് 44, ദാറ്റ് ഓഫ് നൈട്രജൻ ഈസ് 28. അപ്പോൾ എനിക്ക് MI വാല്യൂ കണ്ടുകൂടെ, ഇത് ഇൻറ്റു ഇത്. സോ ഐ വിൽ ഗെറ്റ് 0.3 into 32 is 36, this is 9, that is 9.6. Then here it comes 6 for 16, 17, 1, 17.6, 3, it's 24, 6, 7, 8, 8.4. ഇതൊരു ടേബിൾ പോലെ ഇങ്ങനെ ആക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നീട്ടി പരത്തി എഴുതണമെങ്കിൽ അങ്ങനെ എഴുതട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറേ പേപ്പേഴ്സ് നമ്മളിങ്ങനെ അടുപ്പിച്ച് ഓരോന്ന് താഴത്തേക്ക് അങ്ങനെ എഴുതി കൊണ്ടുവരും. ഇതാകുമ്പോൾ നമുക്ക് തന്നെ എളുപ്പമാണ് കമ്പയർ ചെയ്യാൻ. പക്ഷേ ഇതൊക്കെ പറഞ്ഞ പോലെ ഇത് നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾ കാണിക്കുന്നതിനൊക്കെ ചിലപ്പോൾ മാർക്ക് കിട്ടും. അപ്പോൾ ടേബിളാക്കി കാണിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ തീർക്കാം. സോ എനിക്ക് മാസ് കിട്ടി അല്ലേ, ഓരോന്നിൻ്റെയും മാസ് കിട്ടി. സോ ടോട്ടൽ മാസ് എത്രയാണ്? ടോട്ടൽ മാസ് പറഞ്ഞാൽ 8.4 പ്ലസ് 17.6 പ്ലസ് 9.6, that is 16, 6.9, 17 plus 9, 26, 27, that is 35. ഇതാണ് ടോട്ടൽ മാസ്, 35.6. ക്ലിയർ? 35.6 ആണ് ടോട്ടൽ മാസ്. അപ്പോൾ എനിക്ക് എൻ്റെ മാസ് ഫ്രാക്ഷൻ, അതായത് YI എന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് MI/M. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെത് 9.6 ഡിവൈഡഡ് ബൈ 35.6. അപ്പോൾ അതിൻ്റെ മാസ് ഫ്രാക്ഷൻ കിട്ടും 9.6, ഇത് 9 അല്ല, 17.6 ഡിവൈഡ് ബൈ 35.6 ഈക്വൽ ടു ആൻഡ് 8.4 ഡിവൈഡഡ് ബൈ 35.6. ഓക്കെ, സോ ഞാൻ കാൽക്കുലേറ്ററിൽ ഈ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ഐ ഗെറ്റ് ദിസ് വാല്യൂസ് 0.27, 17.6 by 35.6 is 0.494, and 8.4 divided by 35.6 will give me 0.236. അപ്പോൾ എനിക്ക് മാസ് ഫ്രാക്ഷൻസ് കിട്ടിയില്ലേ, ഓരോന്നിൻ്റെയും മാസ് ഫ്രാക്ഷൻസ് കിട്ടി. അങ്ങനെ എനിക്ക് മാസ് ഫ്രാക്ഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് ടോട്ടൽ CP അറിയാം. അപ്പോൾ CP അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് Q/M കണ്ടൂടെ? കാണാം. ഇറ്റ്സ് വെരി ഡയറക്റ്റ് അല്ലേ? നമ്മൾ ബാക്ക്വേർഡ്സ് കൊണ്ടുവന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലായി. സോ വി വിൽ സി ദ ഇക്വേഷൻ ഈസ് ഓർ ഐ ക്യാൻ സേ ഡയറക്റ്റ്ലി. ഇനിയിപ്പോൾ ഞാൻ CP കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അല്ലേ? സോ ഞാൻ ആദ്യം CP കാണുന്നു. CP ഈസ് ഐ ക്യാൻ സേ 0.27 ഇൻറ്റു CP വാല്യൂ ഓഫ് I look on to the question once more. ഇപ്പോൾ 0.27 ഏതിൻ്റെ? ഓക്സിജനാണ്. അപ്പോൾ ഓക്സിജൻ്റെ CP വാല്യൂ എത്ര? 0.918 ആണ്. സോ ദാറ്റ് ഈസ് 0.918. അപ്പോൾ ഓക്സിജൻ്റെ സംഭാവന നമുക്കായി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെത് 0.494 ആയിരുന്നു അല്ലേ? 0.494, ആൻഡ് ഇൻ ക്വസ്റ്റ്യൻ ദേ ഹാവ് സെഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 0.846 ആണ്. സോ 0.846 എന്ന് പറഞ്ഞാൽ CP വാല്യൂ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. So this is how my equation will be. CP is equal to ഇത് ഓക്സിജൻ്റെ contribution for CP, ഇത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ contribution for CP, and this is a contribution from nitrogen. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ you can see I will get the final value to be 0.911 kilojoules per kilogram Kelvin, CP value of the mixture. Okay, so finally Q/M എന്ന് പറഞ്ഞാൽ it was CP delta T, T2 minus T1, CP value of the mixture. So CP value of the mixture is 0.911 into T2 minus T1. T2 എന്ന് പറയുന്നത് 200 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അല്ലേ? ആ പൈപ്പിലൂടെ 200 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സ്റ്റാർട്ടിങ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഡിഫറൻസേ ഉള്ളൂ അല്ലേ? നമുക്കിവിടെ വേണ്ടത് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, T2 മൈനസ് T1. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 200 മൈനസ് 20 എന്ന് തന്നെ എഴുതാം, കാരണം ഡിഫറൻസ് ആണ്. ഇനി അത് SI യൂണിറ്റിൽ എഴുതിയാലും പ്രശ്നമല്ല, സെയിം വാല്യൂനെ കിട്ടുക. 473 മൈനസ് 293 എന്ന് പറയുന്നതും ഈ വാല്യൂം സെയിം ആണ്. കാരണം ഡിഫറൻസ് ആയതുകൊണ്ട് എന്തില്ല, പ്രശ്നമില്ല. നമുക്ക് ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ് അറിയേണ്ടത്. അത് ഫാരൻഹീറ്റ് ആയാലും റാങ്കൈൻ സ്കെയിൽ ആയാലും ഡിഗ്രി സെൽഷ്യസ് ആയാലും കെൽവിൻ ആയാലും
ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, സോ 200 minus 20 is 180. So 180 into 0.911 value, I will get it as 163.98 kilojoules per കിലോഗ്രാം. ഇത്രയും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് 1 കിലോഗ്രാം Q/M ആണ് ഈ വാല്യൂ അല്ലേ. 1 കിലോഗ്രാമിന് 163.98 കിലോ ജൂൾ പെർ കിലോഗ്രാമാണ്. അപ്പോൾ ഇനി ഒരു ചോദ്യം അവർക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ 5 കിലോഗ്രാമിന് എത്ര ഉണ്ടാവും? ഇത് 1 കിലോഗ്രാമിനാണ്. അപ്പോൾ 5 കിലോഗ്രാമിനാണെങ്കിൽ ഇവിടെ ഇത് ഇൻറ്റു 5, അഥവാ ഈ മാസം 5 ആക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന 5 ഇൻറ്റു ദിസ് ടൈം. അപ്പോൾ ചിലപ്പോൾ ചില പ്രോബ്ലങ്ങൾ മറ്റുള്ള പല മൊഡ്യൂൾസിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. പെർ യൂണിറ്റ് മാസ് കാണാൻ എളുപ്പമായിരിക്കും. പിന്നെ അതിനുശേഷം അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 കിലോഗ്രാം ആണെങ്കിൽ അല്ലെങ്കിൽ 3 കിലോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഡീവിയേറ്റ് ചെയ്ത് വരാം. സോ heat transfer per unit mass is 163.98 kilojoules per kilogram for this question. So this question carried 6 marks. Here's the next problem. A vessel of 0.5 meter cube capacity contains 0.5 kilogram of carbon dioxide and 1 kilogram of air at 20 degrees Celsius. Calculate. First one, the apparent molecular mass of the mixture. Second one, the partial pressure of each constituent. And the third one, the total pressure in the vessel. The gravimetric analysis of air is to be taken as 23.3% oxygen and 76.7% nitrogen. ഈ ചോദ്യം ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എക്സാക്ട് സെയിം പ്രോബ്ലം. ഞാനത് അറിഞ്ഞിരുന്നില്ല. ഞാൻ ചില ക്വസ്റ്റ്യൻസ് റാൻഡംലി സെലക്ട് ചെയ്തപ്പോൾ അതിൽ വന്ന് ചെയ്തതായിരുന്നു അത്. സോ എക്സാക്റ്റ് ആയിട്ടുള്ള ഈ പ്രോബ്ലം നമ്മൾ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. അതുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ഇൻ April 2018. ഏപ്രിൽ 2018 ചോദിച്ച ചോദ്യമായിരുന്നു യൂണിവേഴ്സിറ്റിക്ക്. സിമിലർ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഐ എം നോട്ട് സ്പെൻഡിങ് time on that problem. Okay, so for that you view to the previous video. The next problem. A vessel contains a mixture of 1 mole of carbon dioxide and 4 moles of air at 1 bar and 20 degrees Celsius. Calculate for the mixture. First one, the masses of carbon dioxide, oxygen and nitrogen. Second one, the percentage carbon content by mass. Third one, the apparent molecular weight and the gas constant for the mixture. And lastly, the specific volume of the mixture. The volumetric analysis of air can be taken as 21% oxygen and 79% this question was nitrogen. Also asked in April 2018 and ഇതും പ്രതി എളുപ്പമുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ്റെ വലിപ്പം കാണുമ്പോൾ നമ്മൾ പേടിക്കാൻ നിൽക്കരുത്. അത് നമ്മൾ ഓരോ കാര്യങ്ങൾ തന്ന കാര്യങ്ങളൊക്കെ എഴുതി ട്രൈ ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സിമ്പിൾ. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ അടുത്തൊരു വെസലുണ്ട്. ഈ വെസലിൽ ഒരു മിക്സ്ചർ ഉണ്ട്. മിക്സ്ചേഴ്സ് എന്തിൻ്റെയൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മിക്സ്ചറുണ്ട്, അതുപോലെ എയറിൻ്റെയും മിക്സ്ചറാണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മിക്സ്ചറും എയറിൻ്റെ മിക്സ്ചറുമാണ്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. സോ ദാറ്റ് നമുക്ക് പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് മറിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് പ്രഷർ ഓഫ് ദ വെസൽ. ഇറ്റ് ഈസ് ഗിവൺ ആസ് സേ പി എന്നിടുകയാണെങ്കിൽ ഇറ്റ് ഈസ് 1 bar. ടെമ്പറേച്ചർ that is say T. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇറ്റ് ഈസ് 293 Kelvin. Now number of moles of CO2, that is carbon dioxide, is 1 mole and number of moles of എയറിൻ്റെ മോൾസ് എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 4 mole. അപ്പോൾ ഇതുപോലൊരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. എയറിന് അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എയറിൻ്റെ വോളിമെട്രിക് എഫിഷ്യൻസി എടുത്ത് നോക്കുന്ന നേരത്ത് ദേ ഹാവ് സെഡ് ദാറ്റ് വോളിമെട്രിക് അനാലിസിസ് കണ്ടിട്ടുള്ളത് ഓക്സിജന് 21% ആൻഡ് നൈട്രജൻ
നൈട്രജൻ 79%, അതായത് ഇത് രണ്ടും കൂടി മാത്രമേ ഉള്ളൂ എന്ന മീനിങ്ങിലാണ് 79 21 കൂട്ടി 100 ആയി. അപ്പോൾ വോളിമെട്രിക് എഫിഷ്യൻസി എടുത്തു കഴിഞ്ഞപ്പോൾ, എയറിൻ്റെ വോളിമെട്രിക് എഫിഷ്യൻസി എടുത്തു കഴിഞ്ഞപ്പോൾ നൈട്രജനും ഓക്സിജനും മാത്രം. അപ്പോൾ ഈ 4 മോൾസ് എന്ന് പറഞ്ഞാൽ നൈട്രജനും ഓക്സിജൻ്റെയും മോൾസും കൂടെ കൂട്ടിയിട്ടുള്ളതായിരിക്കും ടോട്ടൽ മോൾസ്. ചിലപ്പോൾ നൈട്രജൻ 3 ആയിരിക്കും, ഓക്സിജൻ 1 ആയിരിക്കും. സോ 3 + 1 4. അല്ലെങ്കിൽ ഓക്സിജൻ 2.5 ആയിരിക്കും, നൈട്രജൻ 1.5 ആയിരിക്കും. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ വോളിമെട്രിക് എഫിഷ്യൻസി ആയിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, they have asked us to find what is the mass of carbon dioxide. ഈ ചേംബറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എത്രയാണ്? എയർ ആണ് പിന്നുള്ളത്. ആ എയർ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഓക്സിജനും കൂടിയതായതുകൊണ്ട് നൈട്രജൻ്റെ മാസ് എത്രയാണ്, ഓക്സിജൻ്റെ മാസ് എത്രയാണ്? അതാണ് ഫസ്റ്റ് ചോദ്യം. പിന്നെ മാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിച്ചത് കാർബൺ കണ്ടൻറ്റ്, കാർബണിൻ്റെ കണ്ടൻറ്റ് എത്രയാണ് ബൈ മാസ്, അത് പെർസെൻറ്റേജിൻ്റെ ടേംസിൽ വേണം. പിന്നെ ഇങ്ങനെ മിക്സ്ചർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയാണ്, ഗ്യാസ് കോൺസ്റ്റൻറ്റ് എത്രയാണ്, സ്പെസിഫിക് വോളിയം എത്രയാണ്, അങ്ങനെയൊക്കെ സ്പെസിഫിക് വോളിയമോ ഒക്കെ നമ്മൾ ഇതേ സിമിലർ പ്രോബ്ലം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതൊരു യൂണിവേഴ്സിറ്റി പ്രോബ്ലം ആയതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എയർ ഈസ് 4 എന്ന് കണ്ടു. അപ്പോൾ നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും മോൾസ് എത്രയാണെന്ന് കറക്റ്റ് അറിയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ കാണാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വോളിമെട്രിക് എഫിഷ്യൻസി 21% ആണ് അല്ലേ ഓഫ് ഓക്സിജൻ. അപ്പോൾ 21% ഓഫ് ടോട്ടൽ മോൾസ് എത്ര? 4 ആയിരിക്കും എൻ്റെ ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ്. So 21/100 into 4 will give me the value 0.84. Similarly, N of nitrogenum കാണാം. എത്രയാ? 79% of 4 moles. That will be say 4 moles ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ, that will be around 3.16. So now I have got number of moles of oxygen and number of moles of nitrogen. അതും കിട്ടി അല്ലേ? ഇനി എനിക്ക് മാസ് കിട്ടണം. മാസ് കിട്ടാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തിരുന്നു, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ്. സോ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. മാസ് ഓഫ് ഓക്സിജൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഇൻറ്റു മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ. മാസ് ഓഫ് നൈട്രജൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്മോൾ എം ട്ടോ, നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ആൻഡ് മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ. അപ്പോൾ ഇത് ഓരോന്ന് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോൾ ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിക്കണം, അത് എത്രയാണ്? 1 ആണ്. ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് ഈസ് 44. സോ ഡയറക്ട്ലി ഐ വിൽ ഗെറ്റ് ദ ആൻസർ 44 കിലോഗ്രാം. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ്. ഇനി അടുത്തത് ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടി. ഇവിടെ എത്രയാണ്? 0.84 ആണ്. 0.84 into molecular weight of oxygen is 32. So multiplying using calculator you will get 26.88 kilogram. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയൊക്കെ കാൽക്കുലേഷൻസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കാൽക്കുലേറ്റർ ഇല്ലാണ്ട് എക്സാമിന് പോകാൻ നിൽക്കരുത്. നിങ്ങൾ വണ്ടർ അടിച്ച് നിൽക്കേണ്ടി വരും എക്സാം ഹാളിൻ്റെ ഉള്ളിൽ. ഓക്കെ, സോ നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്ര? 3.16. സോ 3.16 ഇൻറ്റു മോളിക്കുലാർ വെയിറ്റ് ഓഫ് നൈട്രജൻ ദാറ്റ് ഈസ് 28. So 3.16 into 28 will give us 88.48 kilogram. സോ ഈ വാല്യൂസൊക്കെ ഞാൻ നേരത്തെ കണ്ടു വെച്ചിരിക്കണം, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ നേരെ ഇട്ടിട്ട് പോകുന്നത്. സോ എനിക്ക് ഒന്നാമത്തെ ചോദ്യമായിട്ടുള്ള മാസസ് കാണാനായിരുന്നു. അപ്പോൾ എനിക്ക് മാസ് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇനി അടുത്ത ചോദ്യം എന്ന് ചോദിച്ചിട്ടുള്ള ഫസ്റ്റത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് കിട്ടി, മാസ് ഓഫ് ഓൾ ദി ഗ്യാസസ്. അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ചോദിച്ചിട്ടുള്ളത് പെർസെൻറ്റേജ് കാർബൺ കണ്ടൻറ്റ് ഇൻ ദ മിക്സ്ചർ. കാർബണിൻ്റെ കണ്ടൻറ്റ് മിക്സ്ചറിൽ എത്രയാണെന്നുള്ളതാണ്. കാർബണിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയാണ്? കാർബണിൻ്റെ മാത്രം. കാർബണിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 12. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ. കാർബണിൻ്റെ മോളിക്കുലാർ വെയിറ്റ് 12 ആയതുകൊണ്ട് തന്നെ കാർബണിൻ്റെ വെയിറ്റ് 12 ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു മോള് കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മാസ് ഓഫ് കാർബൺ ഉണ്ടാവും? 12 കിലോഗ്രാം ഉണ്ടാവും അല്ലേ? നമ്മൾ പഠിച്ച ലോ പ്രകാരം. ക്ലിയർ? കാർബണിൻ്റെ
മോളിക്കുലാർ വെയിറ്റ് എത്രയാണോ അത് തന്നെയായിരിക്കും 1 മോളിൽ ഉണ്ടാവണം അതിൻ്റെ വെയിറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലോ പ്രകാരം അല്ലേ. സോ ആ 12 ആണ് കാർബണിൻ്റെ മോളിക്കുലർ വെയിറ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് 1 മോളിൽ കാർബണിൻ്റെ കണ്ടൻറ്റ് എത്ര ഉണ്ടാവും? 12 കിലോ ആയിരിക്കും കാർബൺ ഉണ്ടാവുക. അപ്പോൾ 12 കിലോ. അപ്പോൾ കാർബണിൻ്റെ പേഴ്സൻറ്റേജ് ഓഫ് കാർബൺ അറിയണമെങ്കിൽ എൻ്റെ അടുത്ത് ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ട്? ടോട്ടൽ എന്ന് പറഞ്ഞാൽ 88.48 പ്ലസ് 26.88 പ്ലസ് 44, അതായത് ഇതിൻ്റെ സിഗ്മ മാസ് എടുത്ത്, അതായത് ടോട്ടൽ നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എടുത്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് 16 20 it will be the 4 ആണ്. ഓക്കെ, സോ 16 it will be 3 it is 9 10 plus 5 15 159.36 ആണ് ടോട്ടൽ കിലോഗ്രാം കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് 159.36. ഓക്കെ, 159.36 കിലോഗ്രാം ആണ് ടോട്ടൽ വെയിറ്റ്. കാർബണിൻ്റെ മോളിക്കുലാർ വെയിറ്റ് 12 ആയതുകൊണ്ട് ഒരു മോളിൽ എപ്പോഴും എന്തായിരിക്കും? 12 കിലോ. ഒരു കിലോ മോളിൽ എത്ര ഇതുണ്ടാവും? 12 കിലോഗ്രാം കാർബൺ ഉണ്ടാവും. അപ്പോൾ പേഴ്സൻറ്റേജ് ഓഫ് കാർബൺ കണ്ടൻറ്റ് അറിയാൻ എന്താ അറിയേണ്ടത്? 12 കിലോ കാർബൺ ഉണ്ട് ഇൻ 159.36 കിലോഗ്രാമിൽ. 12 ഡിവൈഡ് ബൈ 15 അത് പേഴ്സൻറ്റേജിലാക്കാൻ ഇൻറ്റു 100 കൂടെ ചെയ്യുക. ഓക്കെ, ബേസിക് മാത്തമാറ്റിക്സ്. ഈ ഒരു കൺസെപ്റ്റ് കെമിസ്ട്രിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ തന്നെ തെർമോഡൈനാമിക്സിൽ ഇതിൻ്റെ അവഗാഡ്രോ ലോയിൽ നമ്മളിത് പറയുന്നുണ്ട്. സോ 12 ഡിവൈഡ് ബൈ 159.36 ഇൻറ്റു 100 വിൽ ഗീവ് മീ 7.53% ബൈ മാസ്. കാരണം നമ്മൾ മാസിൻ്റെ പേഴ്സൻറ്റേജിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, അതുകൊണ്ടാണ് നമ്മൾ കിലോഗ്രാം എന്നുള്ള കണ്ടൻറ്റിൽ നമ്മൾ എന്ത് ചെയ്തത്? കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 7.5% ബൈ മാസ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് മോളിക്കുലാർ വെയിറ്റും അപ്പാരൻറ്റ് മോളിക്കുലാർ വെയിറ്റ് ദേ ഹാവ് ആസ്ഡ് ഓഫ് മിക്സ്ചർ ആൻഡ് ദേ ഹാവ് ആസ്ഡ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഓഫ് ദി മിക്സ്ചർ. സോ അപ്പാരൻറ്റ് മോളിക്കുലാർ വെയിറ്റ് കാണാനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദ മിക്സ്ചർ ഈസ് x1 m1 plus x2 m2 plus x3 m3. That is number of moles, number of mole fraction of first gas into molecular weight of the first gas plus mole fraction of the second gas into molecular weight of the second gas plus mole fraction of the third gas into molecular weight of the third gas. അങ്ങനെ പോകും. അങ്ങനെയാണ് മിക്സ്ചറിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എനിക്ക് കിട്ടുക. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എവിടെയാണ് മോൾ ഫ്രാക്ഷൻ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് മാസ് ഫ്രാക്ഷൻ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് ശ്രദ്ധിക്കുക. സോ വി വിൽ സി ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 5 ആണ്. 4 മോൾസ് ഓഫ് എയർ ആൻഡ് 1 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് 1 ഔട്ട് ഓഫ് 5 ആണ്. മോളിക്കുലാർ വെയിറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 44 പ്ലസ്. ഇനി അടുത്തത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിജൻ്റെ എടുക്കാം. ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടത് 0.84 ആണ്. ഔട്ട് ഓഫ് 5 മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഓക്സിജൻ ഈസ് 32 പ്ലസ്. പിന്നെ ബാക്കിയുള്ളത് 3.16 ആണ് നൈട്രജൻ്റെ. ഔട്ട് ഓഫ് 5 ഇൻറ്റു നൈട്രജൻ്റെ മോളിക്കുലാർ വെയിറ്റ് ഈസ് 28. സോ അപ്പാരൻറ്റ് മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ആഡ് ചെയ്ത് കിട്ടിയാൽ ഐ വിൽ ഗെറ്റ് 31.872. ഇതാണ് മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദി മിക്സ്ചർ. ഇനി അടുത്ത് ചോദിച്ചത് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മിക്സ്ചർ എന്നാണ്. അത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദി മിക്സ്ചർ ആണ്. സോ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഈസ് 8.314. മോളിക്കുലാർ മാസ് അപ്പാരൻറ്റ് മോളിക്കുലാർ മാസ് ഈസ് 31.872. അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ദ വാല്യൂ ഐ ഗെറ്റ് ഈസ് 0.2608. this much kilojoules per kilogram Kelvin. 0.2608. അപ്പോൾ എനിക്ക് മോളിക്കുലാർ വെയിറ്റും കിട്ടി, എനിക്ക് എൻ്റെ ഗ്യാസ് കോൺസ്റ്റൻറ്റ് വെയിറ്റും കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് നാലാമത്തത് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയമാണ് ചോദിച്ചിട്ടുള്ളത്. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ബൈ മാസ് ആണ് സ്പെസിഫിക് വോളിയം. സോ വി ഹാവ് ദ റിലേഷൻ യൂസിങ് സ്പെസിഫിക് വോളിയം PV ഈക്വൽ ടു RT അല്ലേ.
പി വി ഈക്വൽ ടു ആർ ടി എന്താണെന്നുള്ളത് ചോദ്യം നമുക്ക് അറിയാം. ഐ മീൻ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനാണ്. സോ ഇൻ ദിസ് ഇക്വേഷൻ വി എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയാണ്, അല്ലെങ്കിൽ പി വി ഈക്വൽ ടു എം ആർ ടി ഇട്ടാലും ആ വി ഇവിടുത്തെ എമ്മിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വി ബൈ എം, ദാറ്റ് ഈസ് സ്പെസിഫിക് വോളിയം. പി വി ഈക്വൽ ടു ആർ ടി എന്നാണ്. അപ്പോൾ നമുക്ക് വി അഥവാ സ്പെസിഫിക് വോളിയം വി എന്ന് പറഞ്ഞാൽ എന്താ, ആർ ടി ബൈ പി ആണ്. സോ ആർ വാല്യൂ നമ്മൾ കണ്ടു എത്രയാണ്, 0.2608 ആണ്. ടെമ്പറേച്ചർ ടി വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ടെമ്പറേച്ചർ ടി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 293. സോ ഇറ്റ് ഈസ് 293 ഡിവൈഡ് ബൈ പ്രഷർ. പ്രഷർ തന്നിട്ടുള്ളത് 1 bar ആണ്. അപ്പോൾ ഞാൻ അതിനെ SI യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ 1 × 10⁵ ദിസ് മച്ച് പാസ്കൽസ് എന്ന് പറയും. സോ സ്പെസിഫിക് വോളിയം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് സ്പെസിഫിക് വോളിയം ആസ് 0.7641. സ്പെസിഫിക് വോളിയമാണ്, വോളിയം ബൈ മാസ് ആണ്. സോ വോളിയം എന്ന് പറയുമ്പോൾ m3/kg ഈസ് ദി യൂണിറ്റ്. അപ്പോൾ നാലാമത്തെ സ്പെസിഫിക് വോളിയം എന്തായി, എനിക്ക് ആൻസർ കിട്ടി. സോ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഇനിയിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2020 അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിതിൽ 2019 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടില്ല, 2020 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് നിങ്ങൾ റെഫർ ചെയ്താൽ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നെ കിട്ടുള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് അറിയണം നമ്പർ ഓഫ് മോൾസ് എങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ മാസ് ഫ്രാക്ഷൻ എങ്ങനെ എടുക്കുക, മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ്, ഏതിലാണ് മാസ് ഫ്രാക്ഷൻ്റെ റിലേഷനായിട്ട് വരുന്നത്, ഏതിലാണ് മോൾ ഫ്രാക്ഷൻ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ചില ഇക്വേഷൻസ് മനസ്സിലായി കഴിഞ്ഞാൽ, കുറച്ച് കോമൺ സെൻസും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇതിലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്ത് തുടങ്ങാനെങ്കിലും നമുക്ക് കിട്ടും. ചിലപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും തന്ന കാര്യങ്ങളും കുറച്ചുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിലൊരു ബേസിക് എടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചില പ്രോബ്ലത്തിന് ഞാൻ ഇവിടെ കാണിച്ചു തന്ന പോലെ ചിലപ്പോൾ ബാക്ക്വേർഡ്സ് പോകേണ്ടി വരും. ഇതാണ് ഫൈനൽ ഇക്വേഷൻ, അപ്പോൾ ഇതിൽ ഏതൊക്കെ അറിയാത്തത്, ഇത് കാണാനുള്ള മെത്തേഡ് എന്താ, അടുത്ത് കാണാനുള്ള മെത്തേഡ് എന്താ, അങ്ങനെ നമുക്ക് ചിലപ്പോൾ ബാക്ക്വേർഡ്സും പോകാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ, ആൻഡ് ബൈ ദിസ് വീഡിയോ we have completed the whole 5 modules of engineering thermodynamics.